എന്റെ അഭിപ്രായത്തില് ശരിയായിരിക്കും. എന്താന്ന് വെച്ചാൽ BJPക്ക് വേണ്ടി നിൽക്കുന്നതാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് ശരിയായിരിക്കും ആരോപണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം BJP ആൾക്കാർ ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചെയ്യുന്നതാ. അവരെപ്പോഴും മന്ത്രിസ്ഥാനത്തിലാവുന്നത് ഈ തട്ടിപ്പും വെട്ടിപ്പും കാരണമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സാറാണ്. അതായത് നല്ലൊരു നടനാണ്. എല്ലാം നല്ലതാണ്. പക്ഷെ പൊളിറ്റിക്സിൽ വരുമ്പോൾ പൊളിറ്റിക്കലായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി സാറ് നല്ല രീതിയിൽ തന്നെ ജയിച്ചത്, അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് ഞങ്ങളെല്ലാം പിന്തുണയാണ്. കാര്യങ്ങൾ വളരെ നല്ല ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ തറപറ്റിക്കാനാണ് നോക്കുന്നത്. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടനും മറ്റു ഒന്നും കൊണ്ട് പറയുകയല്ല, നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, അദ്ദേഹത്തെ തരം താഴ്ത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മറ്റ് യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റ് CPM-കാരും യാതൊരു കാരണവശാലും അവർ കൊള്ളിക്കരുത്. നമ്മുടെ ഗോവിന്ദ് സാർ തന്നെ ഇന്ത്യ ഭരിക്കും. വ്യാപകമായിട്ട് കള്ളവോട്ട് ചെയ്തതായിട്ട് തന്നെ അറിവ്. അത് ഈ പത്രക്കാർ പല ഭാഗങ്ങളിലുള്ള വോട്ടർമാരെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും അവരാരും അവിടെ സ്ഥലത്തില്ല എന്ന് പറയില്ലേ. അപ്പം പിന്നെ വോട്ട് ബോധപൂർവം വോട്ട് ചേർത്തിരിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ജയിച്ചത്. നിയന്ത്രിക്കാൻ അവർ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കണം. ഉന്നയിക്കുന്ന ആരോപണമൊക്കെ സത്യസന്ധമായിട്ട് തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പ്രവർത്തിച്ചാൽ ശരിയാവും. ന്യൂസൊക്കെ കണ്ടിട്ട് കള്ളവോട്ട് ചേർത്തു എന്നുള്ളത് സത്യമാണ് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കില്ല വിജയിച്ചതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരുടെ മെമ്പർഷിപ്പ് അസാധുവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ബയർ ആ MP സ്ഥാനം അസാധുവാക്കിയിട്ട് ഒരു ബൈ ഇലക്ഷൻ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഇത് അസാധുവാക്കണം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ട്രോങ് ആവണം. അതാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. അതെ, എൻ്റെ അഭിപ്രായത്തിൽ തികച്ചും സത്യസന്ധമായ രീതിയിലുള്ള ഒരാളിനൊരു വോട്ടവകാശമുണ്ട്. അത് എവിടെയെങ്കിലും ഒരിടത്ത് ചെയ്യണോ, അതല്ലാതെ ഒരാളിന് രണ്ടിടത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കള്ളവോട്ട് ചെയ്യണത് വളരെ കുറ്റകരമാണ്. അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആരായിരുന്നാലും എത്ര പ്രഗത്ഭനായാലും ഒരാളിന് ഒരു വോട്ടവകാശമുണ്ട്. അത് എവിടെയായാലും ഒരിടത്ത് ചെയ്യുക, അല്ലാതെ രണ്ടിടത്ത് ചെയ്യുന്നത് കുറ്റകരമാണ്. അത് തികച്ചും ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. വേണ്ടിവരും. സത്യസന്ധമായിട്ടല്ലേ വേണ്ടത്. ഇതിപ്പോൾ കള്ളത്തരത്തിലൂടെയാണ് ഒരാൾ കയറിയെങ്കിൽ അത് നിയമവിരുദ്ധമല്ലേ. അതിപ്പോൾ ഇലക്ഷൻ നടത്തണം. അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നല്ലതാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് ചിലവുള്ള ഒരു സംഭവമാണ്. അതിലോട്ടല്ല, ഇത് മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെയുള്ള കേസുകൾ കണ്ടുപിടിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതിൽ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ വോട്ടർ ലിസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശോധിക്കുകയും അതിലുള്ള തെറ്റുകുറ്റങ്ങൾ പരസ്പരം കണ്ടുപിടിച്ച് അതിന് മുമ്പ് തന്നെ പരിഹരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ആരോപണങ്ങൾ കൊണ്ട് മാത്രം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരാവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിൽ ഇടപെടുകയും ഇതിലുണ്ടായ പാളിച്ചകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ജനങ്ങൾക്കിത് അറിയേണ്ട അവകാശമുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് സുരേഷ് ഗോപിയുടെ എന്ന് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത്. അപ്പോൾ അതിനെ മൊത്തത്തിൽ തന്നെ അതിനെ കണ്ടുപിടിക്കുകയും അത് തിരുത്തുകയും കണ്ടുപിടിക്കേണ്ടത് ആവശ്യം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസയാണല്ലോ ഓരോ ഇലക്ഷനും ചിലവഴിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട്, ഇത് അറിയാനും എടുക്കാനും ഒക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഹരിക്കേണ്ടത് ആവശ്യമാണ്.